സ്കോട്ട്ലൻഡ് വേഴ്സസ് മൊറോക്കോയുടെ മാച്ച് സ്കോട്ട്ലൻഡിൽ ഇരുന്ന് കാണാതെ ഇംഗ്ലണ്ടിൽ പോയി കണ്ടാലോ എന്നൊരു ചിന്ത. അപ്പോൾ ഇതാ 350 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ മാഞ്ചസ്റ്ററിൽ പോവാണ്. ഈ മാച്ച് വെറും ഒരു മാച്ചല്ല. ഞാൻ സ്കോട്ട്ലൻഡിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഈ മണ്ണിനോട്, ഇവിടുത്തെ ആൾക്കാരോടൊക്കെ എനിക്കൊരു സ്നേഹമുണ്ട്. പക്ഷെ മൊറോക്കോയും എനിക്ക് സ്പെഷ്യലാണ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി പോയ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ ആണ്. അവിടുത്തെ ആളുകൾ ജെന്യുവൻ ജെംസ്. ആ സ്നേഹവും ആദിത്യ മര്യാദയും ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് എനിക്ക് ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ഹൃദയം രണ്ട് ഭാഗത്തേക്കും പൊള്ളു ചെയ്യുന്ന ഒരു മാച്ച്. പക്ഷെ രസം എന്താന്ന് വെച്ചാൽ കളി കാണാൻ ഒന്ന് റെഡിയായി കാപ്പിക്കപ്പം കയ്യിൽ പിടിച്ച് സോഫയിൽ ഇരുന്നപ്പോഴേക്കും ഒരു ഗോൾ. 70 സെക്കൻഡ് സൈബാരിയുടെ ഓഫ് ട്രാപ്പ് ബീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് ഹാഫ് വോളി. ആ ഒരൊറ്റ ഗോൾ മതിയായിരുന്നു സ്കോട്ട്ലൻഡിന്റെ ക്വാളിഫിക്കേഷൻ ഭീഷണിയിൽ വീഴ്ത്താൻ. സ്കോട്ട്ലൻഡിന്റെ ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞ് സാക്ഷാൽ ബ്രസീൽ ഫിലഡൽഫിയയിൽ കളിക്കാൻ ഇറങ്ങി. ഇത്തവണ ഫലം വ്യത്യാസമായിരുന്നു. മത്തോസ് കുനിയ സ്റ്റാർട്ടിംഗിൽ ഇറങ്ങി. 23-ാം മിനിറ്റിൽ കൂനിയുടെ ആദ്യ ഗോൾ, അതും ക്രൗഡഡ് പെനാൽറ്റി ഏരിയയിലെ ഒരു ലൂസ് ബോൾ സിറ്റുവേഷനിൽ നിന്ന് 6 യാർഡ് ബോക്സിൽ നിന്ന് ക്ലോസ് റേഞ്ച് സ്ക്രാപ്പി ഫിനിഷ്. 36-ാമത്തെ മിനിറ്റിൽ കൂനിയുടെ വീണ്ടും, ഇത്തവണ ബോക്സിന് പുറത്ത് സെന്റർ ടു ലെഫ്റ്റ് ചാനലിൽ നിന്ന് ഒരു കേൾഡ് എഫേർട്ട് കോർണറിലേക്ക് ക്ലീൻ ഇൻ സ്റ്റെപ്പ് ടെക്നിക്കിൽ. 48-ാം മിനിറ്റിൽ നമ്മുടെ ചക്ക വിനീഷ്യസിന്റെ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് ബോക്സിലേക്ക് ഡ്രൈവ്. ഗോൾ കീപ്പറെ 1-on-1 റൗണ്ട് ചെയ്ത് ലോ ഫാർ കോർണറിലേക്ക് ഒരു കമ്പോസ്റ്റ് ഫിനിഷ്. 3-0. ബ്രസീലിന്റെ ഈ വൻ തിരിച്ചുവരവ് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ NN കക്കാടിന്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂ വരും, കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം.